ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ചാപ്റ്റർ 56 ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ 55 നോക്കിയായിരുന്നു നെഗറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു സെൻറ്റൻസിൽ നെഗറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യണം. അപ്പം ഞാൻ പെട്ടെന്ന് പറയാം. അപ്പം എങ്ങനെ ഒരു സെൻറ്റൻസ് തന്നാൽ അതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമ്മൾ പലതരത്തിൽ ഇംഗ്ലീഷിൽ പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ നമ്മുടെ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഹൂ, വാട്ട്, വെൻ, വൈ, അതൊക്കെയാണ് WH, സ്റ്റാർട്ടിങ് വിത്ത് WH. അപ്പം അതിന് പുറമെ ഹൗ ഉണ്ട്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കില്ലേ, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പല പല ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. WH questions. Consider the sentence given below and examine how it leads to the questions that follow. They made him president during the last general body meeting to tone up the administration. അപ്പം അവർ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ദേ മെയ്ഡ് ഹിം പ്രസിഡന്റ്. അപ്പം അവർ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ അവർ അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കി നിയമിച്ചു. എന്തുകൊണ്ടാണ്? അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടെ നന്നായിട്ട് പോകുന്നതിന് വേണ്ടി. അപ്പോൾ അതാണ് സെൻറ്റൻസ്, തന്നിരിക്കുന്ന സെൻറ്റൻസ്. അപ്പോൾ ഒന്നാമത്തേത് ഹൂ മെയ്ഡ് ഹിം പ്രസിഡന്റ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണ് ആ തന്നിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഹൂ മെയ്ഡ് ഹിം പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഹൂ എന്ന് പറയുന്ന ആരാണ് പ്രസിഡന്റിനെ നിയമിച്ചത്, ആരാണ് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. അപ്പം അതൊരു പേഴ്സൺ ആണ്. ഹൂ എന്ന് പറയുന്നത് അവിടെ ഒരു പേഴ്സൺ ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൂം ഡിഡ് ദേ മേക്ക് പ്രസിഡന്റ്, ആരെ ആക്കിയത്. അപ്പം ആരെയാണ് പ്രസിഡന്റ് ആക്കിയത് എന്നാണ് രണ്ടാമത്തേതിൽ. അതിലും ഹൂ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ഹൂം എന്ന് പറയുന്നത്. അതേസമയം വാട്ട് എന്ന് ചോദിച്ചത് വാട്ട് ഡിഡ് ദേ മേക്ക് ഹിം. അപ്പം അതൊരു വാട്ട് ഡിഡ് ദേ മേക്ക് ഹിം, എന്താണ് അവർ അവിടെ എന്തിലേക്കാണ് നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ. അപ്പം അവിടെ ഒരു പൊസിഷനെയാണ് പറയുന്നത് അല്ലേ, എന്തിലേക്കാണ് നിയമിച്ചിരിക്കുന്നത് അവിടെ പ്രസിഡന്റായിട്ട്. അപ്പം അത് അവിടെ വാട്ട് എന്ന് സൂചിപ്പിക്കുന്നത് ഒരു പൊസിഷനെയാണ്. നേരത്തെ നമ്മൾ 2 ഹൂ എന്ന് കണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്നത് ഒരു പേഴ്സണെ കുറിച്ചാണ്. ഹൂ മെയ്ഡ് ഹിം പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജനറൽ ബോഡി. ആരാണ് പുള്ളിയെ പ്രസിഡന്റ് ആക്കിയെന്ന് ചോദിക്കുന്നതിന് ഉത്തരവായിട്ട് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ജനറൽ ബോഡി. ഹൂം ഡിഡ് ദേ മേക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരെയാണ് പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിം എന്ന് മാത്രമേ ഉള്ളൂ. ഹിം എന്ന് പറയുന്ന ഒരാളെ ആണ് ഇവിടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ നാലാമത്തെ നോക്കി, വെൻ ഡിഡ് ദേ മേക്ക് ഹിം പ്രസിഡന്റ്, എന്നാണ് അവരെ പ്രസിഡന്റ് ആക്കിയത്, എന്നാണ് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ അതിന് അവിടെ വെൻ എന്ന് പറയുന്നതിന് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ അതിന് ആൻസർ വരുന്നത് ഒരു ടൈമാണ്, എപ്പോഴാണെന്നുള്ളത്. വൈ ഡിഡ് ദേ മേക്ക് ഹിം പ്രസിഡന്റ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ അതൊരു കാരണം, ആ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് കണ്ടത് അവിടുത്തെ സമയം ചോദിക്കുന്നതിന് നമ്മൾ വെൻ യൂസ് ചെയ്തു. ഇവിടെ വൈ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ കാരണം ചോദിക്കുകയാണ്. അതാണ് WH ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നാൽ അതിനെക്കുറിച്ച് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ ഉള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻസ് വിത്ത് WH, ഹൂ, വാട്ട്, വെൻ, വൈ, ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരെണ്ണമാണ് ഹൗ എന്ന് പറയുന്നത്. ഹൗവും യൂസ് ചെയ്യാറുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആർ ദോസ് ക്വസ്റ്റ്യൻസ് ടു വിച്ച് ദ എക്സ്പെക്റ്റഡ് ആൻസർ ഈസ് യെസ് ഓർ നോ. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ് അല്ലെങ്കിൽ നോ. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ മണിക്കുട്ടി ഓടി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, പറയുന്നത് അശ്വമേധമല്ല, നിങ്ങൾക്ക് വാങ്ങുകൂടീശൻ. അപ്പം ആ ഒരു ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് യെസ് ഓർ നോ എന്ന് ചോദിക്കില്ലേ. അപ്പം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, അതിൽ കൂടുതലൊന്നും വേണ്ട. അത്തരം ചോദ്യങ്ങൾ, അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഈസ് ദിസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ്,
It may not be noted by the placing the stress on different parts of such questions. We are able to focus the question on one particular item of information. For example, in the above sentence, any one of the four words, this Jack house built, can be stressed. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഈസ് ദിസ് ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ് എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ, ആ ഒരു സെൻറ്റൻസിൽ സ്ട്രെസ് എന്ന് പറയും. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഊന്നൽ കൊടുക്കുക, എന്നിട്ട് അവിടെ പർട്ടിക്കുലർ അവിടെ നമ്മൾ ഇച്ചിരി സൗണ്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നതിനെയാണ് സ്ട്രെസ്ഡ് എന്ന് പറയും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ സ്ട്രെസ്സിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈസ് ദിസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ദിസ് ജാക്ക് ഹൗസ് ബിൽഡ് എന്ന് തുടങ്ങുന്ന 4 വാക്കുകൾ സ്ട്രെസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്ട്രെസ് ചെയ്യുന്നതിനോടൊപ്പം ഇപ്പം ദിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് സ്ട്രെസ് ചെയ്യുന്നത് വെച്ചു. ഈസ് ദിസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ് എന്ന് വെച്ചാൽ അന്നേരം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു വീടാണോ ജാക്ക് പണിതത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈസ് ദിസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ്, അപ്പോൾ ദിസിന് സ്ട്രെസ് കൊടുത്തപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ജാക്കിന് നമ്മൾ സ്ട്രെസ് കൊടുക്കാന്ന് വെച്ചു, ഈസ് ദിസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ്. അപ്പം ജാക്കിന് സ്ട്രെസ് കൊടുത്ത് സംസാരിക്കുമ്പോൾ അതിന് അർത്ഥം വേറെ. അപ്പം ഈ ഒരു വീട് ജാക്കാണോ പണിതത് എന്ന് ചോദിക്കാം. മൂന്നാമത് നമ്മൾ ഹൗസിന് സ്ട്രെസ് കൊടുക്കുകയാണ്, ഈസ് ദിസ് ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ്. അപ്പം എന്താണ്, അവൻ പണിതത് ജാക്ക് പണിതത് വീടാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരു അർത്ഥം വരിക. ഇപ്പോൾ ബിൽഡിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിലോ, ഈസ് ദിസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ്. അപ്പം അതിനർത്ഥം വരുന്നത് ഈ ഒരു വീട് ജാക്ക് തന്നെ പണിതതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ പണിതാണോ റെന്റിന് മേടിച്ചതാണോ എന്ന് അർത്ഥം വരും. അപ്പം 4 സ്ഥലങ്ങളിൽ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അർത്ഥം മാറുകയാണ് ആ ഒരു സെൻറ്റൻസിൽ. അപ്പം അതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. അതിനാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നീട് അപ്പം നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ സംവൺ കെയിം ടു സീ യു. അപ്പോൾ ഒരാൾ പറയുകയാണ്, സംവൺ കെയിം ടു സീ യു, ആരോ നിന്നെ കാണാൻ വന്നു. സംവൺ കെയിം ടു സീ യു. ഡിഡ് എനിവൺ കം ടു സീ മീ. അപ്പോൾ ക്വസ്റ്റ്യൻ, അതിനെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുകയാണ്. ഡിഡ് എനിവൺ കം ടു സീ മീ. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത് ആദ്യം ഡിഡ് എന്ന് യൂസ് ചെയ്യണം. എന്നിട്ട് സമ്മണിന് പകരം നമ്മൾ എനിവൺ ആണ് കൊടുക്കേണ്ടത്. ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു, സമ്മൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ളത് എനിവൺ ആണ്. അപ്പം അല്ലെങ്കിൽ ഇപ്പം വേറൊരു സെൻറ്റൻസ് എടുക്കുകയാണ്, ഡിഡ്. അതുപോലെ തന്നെ ഇപ്പോൾ സംതിങ്, എന്താണ് പറയുക, ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ സംതിങ് എന്ന് പറയുകയാണെന്ന് കേട്ടോ. അപ്പോൾ ആ സംതിങ്ങിന് പകരം നമ്മളവിടെ എനിത്തിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഇപ്പുറത്ത് നിങ്ങൾ ആ ഒരു ഇത് നോക്കുക, ഇപ്പുറത്തെ പേജിൽ ഡു യു നോ സംതിങ് അബൌട്ട് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ദെയർ. അപ്പം അത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരിക്കലും സംതിങ് ചോദിക്കാൻ പാടില്ല, അവിടെ എനിത്തിങ് എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ആൾക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി ഒന്നും. അപ്പം നമ്മളവിടെ സമ്മെന്ന് പോലും സൂചിപ്പിക്കേണ്ട എന്നർത്ഥം. അപ്പം എനിത്തിങ്, ഡു യു നോ എനിത്തിങ് അബൌട്ട് വാട്ട് ആക്ച്വലി റിയലി ഹാപ്പൻഡ്. അപ്പോൾ എനിത്തിങ് ആണ് ഇങ്ങനത്തെ ഇതിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ സമ്മൺ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എനിവൺ എന്ന് കൊടുക്കുക. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയി മാറും. പോരാത്തതിന് നമ്മൾ തുടക്കത്തിൽ ഡിഡും കൂടെ കൊടുക്കുന്നു. Isn't your car working? This sentence really means, is it really true that your car is not working? I had assumed it was. അപ്പം isn't your car working എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പറയാൻ കാരണം നമുക്കറിയത്തില്ല, നമ്മൾ ഈ കാർ വർക്കിംഗ് അല്ല എന്ന് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിലും ഈ കാർ വർക്കിംഗ് അല്ല എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ചോദ്യം ഇങ്ങനെയാണ്, isn't your car working എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല ഈ കാറ് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഈ കാറ് വർക്ക് ചെയ്യുന്നതല്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആണ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഉത്തരം എന്ന് പറയുന്നത് യെസ് ഓർ നോ ആണ്, യെസ് അല്ലെങ്കിൽ നോ. അപ്പം അത്തരം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കാറ്. ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനോട് ചോയ്സസ് തരിക. ഇപ്പം നമുക്ക് അത് വേണോ ഇത് വേണോ
ഇപ്പോൾ 2 വഴി കൂടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ വഴി കൂടെ പോകണോ, ഈ വഴി കൂടെ പോകണോ എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് കൊമേഴ്സ് എടുക്കണോ, ഇംഗ്ലീഷ് എടുക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ആൾട്ടർനേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇത്, അങ്ങനെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇത്തരം ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസിൽ വരുന്ന മെയിനായിട്ടുള്ള എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് തന്നാൽ അത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിക്കുന്നുണ്ട് എക്സാമിന്. അപ്പം ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെന്ന് കണ്ടുപിടിക്കുന്നതിന് മെയിനായിട്ടുള്ളത് വിൽ യു ട്രാവൽ ബൈ ട്രെയിൻ ഓർ ബൈ ബോട്ട്. അപ്പോൾ വിൽ യു ട്രാവൽ, നീ യാത്ര ചെയ്ത് വന്നത് ട്രെയിനിനാണോ അതോ ബോട്ടിനാണോ? അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ 2 ഓപ്ഷൻ കൊടുക്കുകയാണ് ആ ചോദിക്കുന്നയാൾ, ട്രെയിനിനാണോ അല്ലെങ്കിൽ ബോട്ടിനാണോ. അപ്പോൾ അതിന് 2 ചോയ്സസ് അല്ലെങ്കിൽ 2 സെലക്ഷൻ കൊടുക്കുന്നതിനെയാണ് ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വിച്ച് ഐസ്ക്രീം വുഡ് യു ലൈക്ക്, ചോക്ലേറ്റ് ഓർ വാനില? അപ്പോൾ ഏത് ഐസ്ക്രീമാണ് നിനക്ക് വേണ്ടത്, ചോക്ലേറ്റ് ആണോ വാനിലയാണോ? ഇപ്പോൾ 2 ഓപ്ഷൻസ് കൊടുക്കുകയാണ് ആ ചോദ്യത്തിൽ. അപ്പോൾ അതിനെയാണ് ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് എന്നൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എ ടാഗ് ക്വസ്റ്റ്യൻ ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് ആൻ ഓക്സിലറി വെർബ് ആൻഡ് എ pronoun and is used at the end of the sentence to ask for confirmation. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒന്നും കൂടെ എടുത്ത് ചോദിക്കുന്നതിനെയാണ്, ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ ഒന്നും കൂടെ ചോദിക്കുന്നതിനെയാണ് ടാഗ് ക്വസ്റ്റ്യൻസ്. യു ആർ ദി മാനേജർ, ആറിൻഡ് യു? അപ്പോൾ ഒന്നും കൂടെ യു ആർ ദി മാനേജർ, നിങ്ങളല്ലേ മാനേജർ, നിങ്ങൾ തന്നെയാണോ എന്ന് ഒന്നും കൂടെ ചോദിക്കുന്നതിനെയാണ് ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇച്ചിരിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. യു ആർ ദി മാനേജർ എന്ന് ആദ്യം പറയുന്നു, പിന്നെ ആ യു ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വെച്ച് ഒന്നും കൂടെ നമ്മൾ ആറിൻഡ് യു, നിങ്ങൾ തന്നെയല്ലേ എന്നൊന്നും കൂടെ ഉറപ്പ് വരുത്തുന്നതിന് ഒന്നും കൂടെ ചോദിക്കുന്നതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. എ ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻ ഈസ് റിയലി എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഓൺലി ദാറ്റ് ഇറ്റ് ഹാസ് എ റൈസിംഗ് ഇൻറ്റോണേഷൻ. അപ്പോൾ ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന് കിട്ടിയാൽ മതി. അപ്പം ആ ഒരു സെൻറ്റൻസിൽ നമ്മുടെ ടോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ പറയുന്ന കാര്യത്തിന് ഇപ്പം പറയുന്ന കാര്യത്തിൻ്റെ ആ ഒരു സൗണ്ടും പിച്ചും എല്ലാം, അതിനെയൊക്കെയാണ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതിൻ്റെ ഒരു ടോൺ വ്യത്യാസം വരിക. ഇപ്പം നമ്മൾ ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യം ദേഷ്യപ്പെട്ട് തന്നെ പറയണം, അല്ലാതെ നീ എന്നാടാ അവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നോർമലായിട്ട് പറഞ്ഞ് നീ എന്നാടാ അവിടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് രണ്ട് ടോണാണ്. അപ്പം നമ്മൾ ദേഷ്യപ്പെട്ട് കാണിക്കുന്ന കാര്യം ദേഷ്യപ്പെട്ട്, വേദനയോടെ കാണിക്കേണ്ടത് സന്തോഷത്തോടെ കാണിക്കേണ്ടത്, അപ്പം അതിനെല്ലാം പല പല ടോണാണ്. അപ്പോൾ ഈ ഒരു ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യനിൽ ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സെൻറ്റൻസ് യു ഹാവ് ഗോട്ട് ദ ടിക്കറ്റ്, യു ഹാവ് ഗോട്ട് ദ ടിക്കറ്റ് എന്ന് പറയുന്ന വെറുതെ ഒരു സെൻറ്റൻസ് ലാസ്റ്റ് നമ്മൾ റൈസിങ് ടോൺ ഒന്ന് ഉയർത്തി ചോദിക്കുകയാണ്. യു ഹാവ് ഗോട്ട് ദ ടിക്കറ്റ് അല്ലേ, നമുക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു എന്ന് നമുക്കറിയാം, പക്ഷെ അതൊന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ്. യു ആർ കമ്മിങ് വിത്ത് അസ്, അപ്പം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അപ്പം വരുന്നുണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവനോട് ഒന്നും കൂടെ ചോദിക്കുകയാണ്, യു ആർ കമ്മിങ് വിത്ത് അസ്, നീ എൻ്റെ കൂടെ വരുമല്ലേ എന്ന് ചോദിക്കണം. ദ എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക. എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് ഓ വാട്ട് എ ഫിലിം എന്ന് പറയാം, ഓ വാട്ട് എ ഫിലിം അല്ലെങ്കിൽ വാട്ട് എ മൂവി, വാട്ട് എ സോങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല ഇമോഷൻസ് കൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങൾ, സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രകടിപ്പിക്കുന്ന, ഇപ്പോൾ വാവ് എന്ന് പറയുന്നൊരു WOW എന്ന് പറയുന്നൊരു വേർഡ്, അത് കഴിഞ്ഞ് നമ്മളൊരു എക്സ്ക്ലമേറ്ററി സിമ്പൽ ഇങ്ങനെ കൊടുക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അതിശയകരമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ഉള്ളിൽ നമുക്ക് തോന്നിയൊരു കാര്യം ചോദ്യമായിട്ട് ചോദിക്കുന്നതിനെയാണ് എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻസ്. ഹാസ് ഷീ നോട്ട് ഗ്രോൺ, അവൾ ഇതുവരെയും വളർന്നില്ല അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അവളെ കണ്ടപ്പോൾ തോന്നി, എന്നിട്ട് നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ആശ്ചര്യം തോന്നിച്ചു, അവൾ ഇതുവരെയും വളർന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. വാസ് ഇറ്റ് എ വണ്ടർഫുൾ പെർഫോമൻസ്, അതൊരു എന്ത് മനോഹരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നല്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ തോന്നി ആ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു നാടകം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മളത് ചോദിക്കുമ്പോൾ നമ്മൾക്കൊരു ആശ്ചര്യം കൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൂട്ടുകാരനാണ്. അത് എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻ. ദ റെട്ടറിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
It is a question that you ask without expecting an answer. അപ്പം നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ വേണമെന്നില്ല. നമ്മൾ ഇത്രയും നേരം കണ്ടത് യെസ് ഓർ നോ ക്വസ്റ്റനിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് വേണം, അല്ലെങ്കിൽ ഒരു ശരി അല്ലെങ്കിൽ തെറ്റ് വേണം. ഇതിൽ നമുക്ക് ആൻസർ വേണ്ട, പക്ഷെ നമ്മൾ തന്നെ സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ലോകം ഇങ്ങനെയാണെന്നുള്ളത്, ഭൂമി ഉരുണ്ടതാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഒരു ചോദ്യ രൂപേണ ആക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സെന്റൻസ് നോക്കുക. ഹൂ വുഡ് ഫാർഡൽസ് ബിയർ ടു ഗ്രണ്ട് ആൻഡ് സ്വെറ്റ് അണ്ടർ എ വിയറി ലൈഫ്. അപ്പോൾ ആരാണ് ജീവിതത്തിൽ ദുരിതവും കഷ്ടപ്പാടും, ഫാർഡൽസ് ബിയർ, ഫാർഡൽസും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒരു ചോദ്യമാണ്. ആരാണ് അത് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ വേണമെന്നില്ല. ശരിയാ തെറ്റാ എന്ന് വേണ്ട. കാരണം അതങ്ങനെയാണ്. എന്ന് വെച്ചാൽ ദുരിതവും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ ജീവിതം വളരെ പാടാണ്. അപ്പോൾ അത് ജീവിതത്തിൽ വേണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു കാര്യം ഉറപ്പിച്ചങ്ങ് പറയുന്നതിനെയാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. The indirect question is a modified question in which the question part is reduced to a noun phrase. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഇത്ര ഓർത്താൽ മതി. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ചുമ്മാ ഒരു സിനിമ കാണാൻ പോയി. അപ്പോൾ വേറെ ഒരു പയ്യനെയും കൂടെ കണ്ടു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയാണ്, ഞാൻ അവനോട് ചോദിക്കുകയായിരുന്നു അവൻ്റെ പേരെന്നായിരുന്നു എന്ന്. അപ്പം അവനെക്കുറിച്ചാണ്, മൂന്നാമതൊരാളിനെ കുറിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഐ ആസ്ക്ഡ് ഹിം വാട്ട് ഹിസ് നെയിം വാസ്. ഞാൻ അവനോട് ചോദിക്കുകയായിരുന്നു അവൻ്റെ പേരെന്നായിരുന്നു എന്ന്. അപ്പം വേറെ മൂന്നാമതൊരാളെ കുറിച്ച് സംസാരിക്കുന്ന അവനോട് ചോദിച്ച ഒരു കാര്യം നമ്മുടെ രണ്ടാമത്തെ ആളോട് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണമെങ്കിൽ അവനോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇപ്പം നിൻ്റെ പേരെന്നാ, വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമ്മൾ ഒരു അപരിചിതനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ചോദിച്ച ചോദ്യം നമ്മുടെ അവനോട് ചോദിച്ചത് അവൻ്റെ പേരെന്നായിരുന്നു എന്ന് പറയുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ? Now examine the following questions and find out where they fail to conform to accepted usage. ഇപ്പോൾ കുറച്ച് 4 സെൻറ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെവിടെ എന്തൊക്കെയാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാം. You should tell me why did you ask him to go out. അപ്പം ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് you should tell me why did you ask him to go out. നീ എന്നോട് പറയണം നീ എന്തുകൊണ്ട് അവനോട് പുറത്തു പോകാൻ പറഞ്ഞു എന്ന് നീ എന്നോട് പറയണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അവനോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നീ എന്നോട് പറയണം. അപ്പോൾ അതിലൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ പിന്നെ ഡയറക്റ്റായിട്ട് അവനോട് ചോദിച്ചാൽ പോരെ. മൂന്നാമത്തെ ആളോട് എന്തിനാ അവനെ പുറത്താക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം ആ ചോദിച്ച പറഞ്ഞു വിട്ട അവനോട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാ അവനെ പറഞ്ഞു വിട്ടത്, എന്നോടത് പറ. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ഡിഡ് എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാമതൊരാളെ പറ്റി കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമതൊരാളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിനെയാണ്, നമ്മുടെ കൂടെ ഉള്ളവനോട് ചോദിക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. യു ഡിഡ് ദിസ് ടു ഇൻസൾട്ട് ഹിം, ഡിഡ് യു? യു ഡിഡ് ദിസ് ടു ഇൻസൾട്ട് ഹിം, ഡിഡ് യു? അപ്പം ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇൻ ദി സെക്കൻഡ് സെൻറ്റൻസ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് റോങ്. അപ്പം ഈ ഒരു സെൻറ്റൻസിൽ യു ഡിഡ് ദിസ് ടു ഇൻസൾട്ട് ഹിം എന്ന് പറയാം. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കും വിശദമായിട്ട്. അവിടെ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്കത് വിശദമായിട്ട് പഠിക്കാം. എന്ന് വെച്ചാൽ അവിടെ ഡിഡ് യു അല്ല വരേണ്ടത്, ഡിൻഡ് യു ആണ്. ഡിഡ് നോട്ട് യു, ഡിഡ് നോട്ട്, ഡിൻഡ് എന്ന് പറയത്തില്ലേ, ഡിഡിൻഡ് എന്ന് പറയത്തില്ല സാധാരണ. ഡിഡിൻഡ് എന്ന് പറയരുത്, ഡിൻഡ് എന്നാ പറയാവുള്ളൂ. അതിനാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അപ്പം യു ഡിഡ് ദിസ് ടു ഇൻസൾട്ട് ഹിം, ഡിൻഡ് യു എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഡിഡ് യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡു യു നോ സംതിങ് അബൌട്ട് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ദെയർ. അപ്പോൾ ഡു യു നോ സംതിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ എനിത്തിങ് എന്നാ ചോദിക്കാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടില്ലേ സം വൺ എന്ന് പറഞ്ഞു. നേരെ ഇപ്പുറത്തെ പേജിൽ നോക്കി, സം വൺ കെയിം ടു സീ യു, ഡിഡ് എനി വൺ കം ടു സീ മീ. അതല്ല, എനി വൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം എനി വേണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സംതിങ്ങിന് പകരം എനിത്തിങ് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. ഹൂം ഡു യു വാണ്ട് ടു സീ. അപ്പം ഹൂം ഡു യു വാണ്ട് ടു സീ എന്ന് പറയുന്നതിന് ഹൂം അല്ല വരേണ്ടത്, അവിടെ ഹൂ ആണ് വരേണ്ടത്. ഹൂ ഡു യു വാണ്ട് ടു സീ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക.
ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചു തന്നെ പോകണം. ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം